ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കമ്പനി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ മൊബൈലിറ്റി മേഖലയിൽ വലിയ നേട്ടങ്ങളുണ്ടാക്കി രാജ്യത്തിന് അഭിമാനമായി മാറും എന്ന് പ്രവചിക്കപ്പെട്ട കമ്പനിയാണ് സമീപകാലത്ത് വാർത്തകളിൽ നിറയുന്നത്. എന്നാൽ അത് ലോകം ശ്രദ്ധിക്കുന്ന നേട്ടമുണ്ടാക്കിയതുകൊണ്ടോ പുതിയ ടെക്നോളജി കണ്ടുപിടിച്ചതുകൊണ്ടോ അല്ല, മറിച്ച് രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ഓഹരി തട്ടിപ്പുകൾ ഒന്നിൻ്റെ പേരിലാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ എടുത്ത പണം ഉപയോഗിച്ച് അതിൻ്റെ ഉടമകൾ നടത്തിയ ഞെട്ടിപ്പിക്കുന്ന ഇടപാടുകളുടെ പേരിലാണ്. പണം നഷ്ടപ്പെട്ടവരിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ മുൻ ക്യാപ്റ്റനായ MS ധോണി ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികളും ഉണ്ടായിരുന്നു. എന്താണ് ബ്ലൂ സ്മാർട്ട് ജെൻസോൾ സാമ്പത്തിക തട്ടിപ്പ്? ഒലെ, ഊബർ പോലുള്ള കമ്പനികളുടെ കുത്തകയായിരുന്ന ഇന്ത്യയിലെ ടാക്സി മേഖലയിൽ വളരെ കുറഞ്ഞ കാലം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട കമ്പനിയായിരുന്നു ബ്ലൂ സ്മാർട്ട്. ഇലക്ട്രിക് കാറുകളുടെ മാത്രം സർവീസായിരുന്നു അവർ നൽകിയിരുന്നത്. ഒലയ്ക്കും ഊബറിനുമുള്ള ബദൽ എന്നതായിരുന്നു കമ്പനിയുടെ ലക്ഷ്യം. 8000-ലേറെ ഇലക്ട്രിക് കാറുകൾ കമ്പനിയുടെ നെറ്റ്വർക്കിൽ ഉണ്ടായിരുന്നു. മോശം അവസ്ഥയിലുള്ള വാഹനങ്ങളും വെറുപ്പിക്കുന്ന ഡ്രൈവർമാരും ധാരാളമുള്ള മറ്റ് മുഖ്യധാരാ കമ്പനിയുടെ സർവീസ് ഒഴിവാക്കി ബ്ലൂ സ്മാർട്ടിലേക്ക് യാത്രക്കാർ മാറുന്നത് ഡൽഹിയിലും ബാംഗ്ലൂരിലും മുംബൈയിലുമൊക്കെ പതിവ് കാഴ്ചയായിരുന്നു. കുറഞ്ഞ കാലം കൊണ്ട് രാജ്യത്തെ പ്രധാന സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഒന്നായി മാറുകയും ചെയ്തിരുന്നു. എന്നാൽ കുറച്ചു നാളുകളായി ബ്ലൂ സ്മാർട്ടിനും സഹോദര കമ്പനിയായ ജെൻസോളിനെതിരെ വൻ സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങൾ പുറത്തു വരാൻ തുടങ്ങി. ഇതിനെ തുടർന്ന് സെബി അന്വേഷണം നടത്തി. തുടർന്ന് കമ്പനി പ്രവർത്തനം നിർത്തി. കമ്പനി സിഇഒയും CTOയും സ്ഥാനമൊഴിഞ്ഞു. നിലവിൽ കാറുകൾ ഊബർ ഉൾപ്പെടെയുള്ള എതിരാളികൾക്ക് മറച്ചു വിറ്റ് ബാധ്യതകൾ കുറയ്ക്കാൻ ഉടമകൾ ശ്രമിക്കുന്നു. 2007 സഹോദരങ്ങളായ അൻമോൾ സിംഗ് ജഗ്ഗിയും പുനീത് സിംഗ് ജഗ്ഗിയും ചേർന്നാണ് ജെൻസോൾ എഞ്ചിനീയറിംഗ് എന്ന സ്ഥാപനം ആരംഭിക്കുന്നത്. ഇതൊരു എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയായാണ് ആരംഭിച്ചത്. പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യയിലായിരുന്നു ഇവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. 2018 ജഗ്ഗി സഹോദരന്മാരും പുനീത് ഗോയലും ചേർന്നാണ് ബ്ലൂ സ്മാർട്ട് സ്ഥാപിച്ചത്. തുടക്കത്തിൽ ജെൻസോൾ മൊബൈലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നായിരുന്നു കമ്പനിയുടെ പേര്. ഒരു വർഷത്തിനു ശേഷം റീബ്രാൻഡ് ചെയ്ത് ബ്ലൂ സ്മാർട്ട് എന്നാക്കി മാറ്റുകയായിരുന്നു. ബ്ലൂ സ്മാർട്ട് സ്ഥാപിതമായതോടെ ജെൻസോൾ വൈദ്യുതി വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്ന ബിസിനസ്സിലേക്ക് തിരിഞ്ഞു. കമ്പനിയുടെ അടിസ്ഥാന ആശയം പരിസ്ഥിതി സൗഹൃദ യാത്രാ മാർഗങ്ങളിൽ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ അവസരമൊരുക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് കമ്പനി പ്രഖ്യാപിച്ചു. അതോടൊപ്പം കമ്പനിയുടെ മികച്ച കണക്ടിവിറ്റിയും പ്രവർത്തനത്തിലെ കാര്യക്ഷമതയും കമ്പനിയെ കൂടുതൽ സ്വീകാര്യമാക്കി. പെട്ടെന്ന് തന്നെ ബ്ലൂ സ്മാർട്ട് വളരെ വലിയ പ്രചാരം നേടി. പരിസ്ഥിതി സൗഹൃദ യാത്ര പുതിയ തലമുറ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ഒല, ഊബർ പോലെയുള്ള കമ്പനികളിലെ അസന്തുഷ്ടരായ ജീവനക്കാരും അവിടെ നിന്ന് മടുത്തു വരുന്നവരും ബ്ലൂ സ്മാർട്ടിലേക്ക് കൂടുമാറി. കമ്പനിയിലെ ജീവനക്കാരുടെ മികച്ച പെരുമാറ്റവും പുത്തൻ ഇലക്ട്രിക് വാഹനങ്ങളെ വൃത്തിയുള്ള സുഖകരമായ യാത്രയും വളർത്തുമൃഗങ്ങളെ ഉൾപ്പെടെ കയറ്റാനുള്ള സംവിധാനവും നിരവധി പേരെ ആകർഷിച്ചു. മുഖ്യധാര വെബ് ടാക്സികൾക്ക് വെല്ലുവിളി ഉയർത്തി വളർന്ന കമ്പനി ഒരു വർഷം കൊണ്ട് തന്നെ തങ്ങളുടെ നെറ്റ്വർക്കിൽ 8500 ഇലക്ട്രിക് കാറുകളും 5000-ലേറെ ചാർജിംഗ് സ്റ്റേഷനുകളും കൂട്ടിച്ചേർത്തു. ഡൽഹിയിലും ബാംഗ്ലൂരിലും ഒക്കെയായി 50-ലേറെ ഹബ്ബുകളും 10,000-ഓളം ഡ്രൈവർമാരും കമ്പനിയുടെ ഭാഗമായി. ഇന്ത്യയിലെ ആദ്യത്തെ സീറോ എമിഷൻ ടാക്സി സർവീസ് എന്ന് അവകാശപ്പെടുന്ന അവർ 1.45 കോടി റൈഡുകൾ പൂർത്തീകരിച്ചു എന്നും പറയുന്നു. 2024 ജൂണിൽ ബ്ലൂ സ്മാർട്ട് UAEയിൽ പ്രീമിയം ഇലക്ട്രിക് ലിമോസിൻ കാറുകളുടെ സർവീസ് ആരംഭിച്ചിരുന്നു. 2023 160 കോടി ലാഭം ഉണ്ടാക്കിയ കമ്പനി 2024 ലാഭം 390 കോടിയെ വർദ്ധിപ്പിച്ചു. ഇതോടുകൂടി കമ്പനിയുടെ ഓഹരി വില കുതിച്ചുയരുകയും വൻകിട നിക്ഷേപകരിൽ നിന്നുൾപ്പെടെ കമ്പനിയിലേക്ക് നിക്ഷേപം ഉണ്ടാവുകയും ചെയ്തു. 2023 മാത്രം $23 മില്യൺ ഫണ്ടിംഗ് നടന്നു. ഒരു യൂണിക്കോൺ കമ്പനിയിലേക്ക് $1 മില്യൺ മൂല്യമുള്ള സ്റ്റാർട്ടപ്പിലേക്കുള്ള യാത്രയിലാണ് കമ്പനി എന്നായിരുന്നു പ്രവചനങ്ങൾ. കുറഞ്ഞ കാലം കൊണ്ട് വലിയ നേട്ടമുണ്ടാക്കിയ കമ്പനി ഷെയർ മാർക്കറ്റിലും വൻ ചലനമുണ്ടാക്കി. സാധാരണക്കാരായ നിക്ഷേപകർ മുതൽ രാജ്യത്തെ പ്രമുഖ നിക്ഷേപകരും
സെലിബ്രിറ്റികളും ഉൾപ്പെടെയുള്ളവരുടെ 4000 കോടിയിലേറെ രൂപ ഇത്തരത്തിൽ കമ്പനിയിലെത്തി. ബോളിവുഡ് നടി ദീപിക പദുക്കോണിന്റെ കുടുംബ ഓഫീസ്, കാ എന്റർപ്രൈസസ്, ബജാജ് ഫിൻസേർവിന്റെ സഞ്ജീവ് ബജാജ്, സ്വിസ് ഇമ്പാക്ട് നിക്ഷേപകരായ റെസ്പോൺസിബിലിറ്റി, മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ MS ധോണിയുടെ കുടുംബ ഓഫീസ്, ക്ലീൻ എനർജി കമ്പനിയായ റിയുന്യൂവിൻ്റെ ചെയർമാൻ സുമന്ത് സിൻഹ, ഫിൻടെക് കമ്പനിയായ ഭാരത് പേയുടെ സഹസ്ഥാപകനായ അഷ്നീർ ഗ്രോവർ എന്നിവന് കോടികൾ ബ്ലൂ സ്മാർട്ടിൽ നിക്ഷേപിച്ചിരുന്നു. 2019 ദീപിക പദുക്കോൺ ബ്ലൂ സ്മാർട്ടിനായി $3 മില്യൺ ഏഞ്ചൽ ഫണ്ടിംഗ് റൗണ്ടിൽ പങ്കെടുത്തിരുന്നു. ഒലേ ഊബറും സ്വന്തമായി കാറുകളുള്ള കമ്പനികളെ ആശ്രയിച്ചപ്പോൾ ബ്ലൂ സ്മാർട്ട് ഡ്രൈവർമാർക്ക് കാറുകൾ ലീസിനെടുത്ത് നൽകുകയായിരുന്നു ചെയ്തിരുന്നത്. പ്രധാനമായും സഹോദര സ്ഥാപനമായ ജെൻസോളിൽ നിന്നായിരുന്നു ബ്ലൂ സ്മാർട്ട് കാറുകൾ വാടകയ്ക്കെടുത്തിരുന്നത്. ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി IREDA, പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഉൾപ്പെടെയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നായി ജെൻസോളിന് 977.75 കോടിയുടെ വായ്പ എടുത്തിരുന്നു. ബ്ലൂ സ്മാർട്ടിനായി 6400 ഇലക്ട്രിക് വാഹനം നിർമ്മിക്കാനായിരുന്നു ലോൺ. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുള്ള സർക്കാർ സ്കീമുകൾ ഉപയോഗപ്പെടുത്തിയായിരുന്നു കമ്പനി വായ്പകൾ നേടിയെടുത്തിരുന്നത്. എന്നാൽ വായ്പ എടുത്ത തുകയിൽ 663.9 കോടി മാത്രം ഈ ആവശ്യത്തിന് വിനിയോഗിക്കുകയും ബാക്കി 262 കോടി രൂപ പ്രൊമോട്ടർമാരായ ജഗ്ഗി സഹോദരന്മാർ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്തു. സെബി നടത്തിയ അന്വേഷണത്തിൽ തട്ടിപ്പിൻ്റെ ഭീകരത വെളിപ്പെട്ടു. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ലോൺ എടുത്തതിൽ 42 കോടി ജഗ്ഗി സഹോദരന്മാർ ആഡംബര അപ്പാർട്ട്മെൻറ്റുകൾ വാങ്ങാൻ ചിലവഴിച്ചു. അമ്മയുടെ അക്കൗണ്ടിലേക്ക് 6.2 കോടി രൂപ വകമാറ്റി. ഭാര്യമാർക്ക് 2.68 കോടിയുടെ ആഭരണങ്ങൾ വാങ്ങി. വിദേശ ഗോൾഫ് സെറ്റ് വാങ്ങാൻ 26 ലക്ഷം ചിലവഴിച്ചു. 50 ലക്ഷം രൂപ മറ്റൊരു സ്റ്റാർട്ടപ്പിൽ നിക്ഷേപിച്ചു. കോടികൾ പൊടിച്ചു. കൂടാതെ വായ്പകൾ തിരിച്ചടയ്ക്കുന്നുണ്ടെന്ന് കാണിക്കുന്നതിനു വേണ്ടി കൃത്രിമ തെളിവുകൾ സൃഷ്ടിച്ചു. കമ്പനിയുടെ സാമ്പത്തിക നില നല്ല നിലയിലാണെന്ന് കാണിക്കാനും കൃത്രിമ രേഖകൾ ഉണ്ടാക്കി. ഇതിലൂടെ നിക്ഷേപകരെയും മാർക്കറ്റുകളെയും കബളിപ്പിച്ചു. ഇതൊക്കെ സംഭവിക്കുന്നതിന് മുൻപ് സ്വന്തമായി ഇലക്ട്രിക് കാറുകൾ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ച് എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു. ഭാരത് മൊബൈലിറ്റി എക്സ്പോയിൽ മറ്റൊരു കമ്പനിയിൽ നിന്ന് 3000 ഇലക്ട്രിക് കാറുകൾ നിർമ്മിക്കാൻ കരാർ കിട്ടിയിട്ടുണ്ടെന്ന് കമ്പനി വെളിപ്പെടുത്തിയിരുന്നു. ജെൻസോളിൻ്റെ ഫാക്ടറികളിൽ ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയതായും വാർത്തകൾ വന്നു. ഇതിലൂടെയെല്ലാം കമ്പനി സ്റ്റോക്കുകൾ കുത്തനെ ഉയർന്നു. പൂനെയിലെ ജെൻസോളിൻ്റെ പ്ലാന്റിൽ NSE ജീവനക്കാർ പരിശോധന നടത്തിയതോടെ ഇതെല്ലാം പൊളിഞ്ഞു. EV പ്ലാന്റിലെത്തിയ ഉദ്യോഗസ്ഥർ കണ്ടത് 3 തൊഴിലാളികളെ മാത്രം. ആയിരക്കണക്കിന് EV നിർമ്മിക്കുന്നു എന്ന് അവകാശപ്പെട്ട പ്ലാന്റിൽ ഒരു വർഷത്തെ ഇലക്ട്രിസിറ്റി ബില്ല് 1.5 ലക്ഷം രൂപയും. അന്നേ വരെ ഒരു കാർ പോലും നിർമ്മിച്ചിട്ടില്ലെന്നും ആ കെട്ടിടം പോലും വാടകയ്ക്കെടുത്തതാണെന്നും ഉദ്യോഗസ്ഥർക്ക് ബോധ്യമായി. ഏറെ വൈകിയാണെങ്കിലും സെബി ഉൾപ്പെടെയുള്ള സർക്കാർ ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിൽ ജഗ്ഗി സഹോദരന്മാർ തട്ടിപ്പ് കൊണ്ടും നുണ കൊണ്ടും പടുത്തുയർത്ത സാമ്രാജ്യമാണ് ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞത്. തട്ടിപ്പ് പുറത്തായതിനു പിന്നാലെ കമ്പനി ഓഹരി വില ഇടിഞ്ഞ് ഏറ്റവും താഴെയെത്തി. 2024 ഫെബ്രുവരിയിൽ 1377.10 ഉണ്ടായിരുന്ന ഓഹരി വില ഇപ്പോൾ 66 രൂപയിൽ താഴെയെത്തി. പ്രൊമോട്ടർമാരായ ജഗ്ഗി സഹോദരന്മാർക്കെതിരെ വഞ്ചനാക്കുറ്റം ചുമത്തുകയും ജെൻസോളിലോ ലിസ്റ്റ് ചെയ്ത ഏതെങ്കിലും കമ്പനിയിലോ സ്ഥാനങ്ങൾ വഹിക്കുന്നതിൽ നിന്ന് വിലക്കേർപ്പെടുത്തുകയും ചെയ്തു. ജെൻസോളിൻ്റെ ക്രെഡിറ്റ് 2 ഏജൻസികൾ താഴ്ത്തി. അവസാനത്തെ റിപ്പോർട്ടുകൾ പ്രകാരം ബ്ലൂ സ്മാർട്ടിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തി. ഡ്രൈവർമാരോട് കാറുകൾ തിരികെ ഏൽപ്പിച്ച് പിരിഞ്ഞു പോകാനാണ് കമ്പനി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഊബറിനും ഒലയ്ക്കും ബദലാകുമെന്ന് പറഞ്ഞു തുടങ്ങിയ ബ്ലൂ സ്മാർട്ടിൻ്റെ കാറുകളും മറ്റ് ആസ്തികളും അതേ ഊബർ തന്നെ ഏറ്റെടുക്കുമെന്നാണ് അവസാനം ലഭിക്കുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ബ്ലൂ സ്മാർട്ട് ഇന്ത്യൻ വ്യവസായ ലോകത്തിന് നൽകിയ ആഘാതം ചെറുതല്ല. ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളുടെ അഭിമാനമാകുമെന്ന് കരുതിയ കമ്പനിയായിരുന്നു ബ്ലൂ സ്മാർട്ട്. ലോകം വലിയ നേട്ടങ്ങൾ കൊയ്യുന്ന സ്റ്റാർട്ടപ്പ് മേഖലയിലെ ഇന്ത്യൻ പ്രതീക്ഷയായിരുന്ന കമ്പനിയാണ് വൻ തട്ടിപ്പ് നടത്തിയത്. ഇത് ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളെ നിക്ഷേപകർ സംശയത്തോടെ വീക്ഷിക്കാൻ കാരണമാകും. നേർവഴിയിൽ വന്ന ഇന്ത്യൻ കമ്പനികളുടെ മികച്ച വിജയങ്ങളെപ്പോലും ലോകവിപണി സംശയത്തോടെ വീക്ഷിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം തട്ടിപ്പുകാരെ കർശനമായി നേരിടുകയും
നിയമങ്ങൾ കർശനമാക്കുകയുമാണ് വേണ്ടത്.